ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ചിക്കൻ കബാബ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുള്ളത്. എനിക്ക് ഈ റെസിപ്പി ഒരു ഷെഫിനെ തന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വെച്ച ചിക്കനാണിത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാരിനേഷൻ. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അത്ര മുളക് പൊടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിൻ്റെ അളവ് കുറക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ടേസ്റ്റിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക, അജിനോമോട്ടോ. പിന്നെ ഇത് റെസ്റ്റോറൻറ്റ് റെസിപ്പി ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഈ അജിനോമോട്ടോ ആഡ് ചെയ്യുന്നുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗറും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലോണം ഇനി മിക്സ് ചെയ്യുക. കൈ കൊണ്ടും മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് സ്പൂണിലും മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് മതിയാന്നും നോക്കിയിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. വിനീഗറും ലെമണും ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിലേക്ക് തീരെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടായിട്ട് ചിക്കനെ ഇട്ടുകൊടുത്ത് ചിക്കനെ നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക. ഇതിലിപ്പോൾ 2 സ്റ്റെപ്പ് മാരിനേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ മസാലപ്പൊടിയെല്ലാം നല്ലോണം പിടിക്കാനായിട്ട് മാത്രം ഇങ്ങനെ ആക്കിയിട്ട് വെക്കുന്നുള്ളത്. ഇതുപോലെ ആക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്കിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് നല്ലോണം മസാല പിടിച്ചിട്ടായിട്ട് നമുക്ക് ഒന്നും കൂടി മാരിനേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മാരിനേറ്റ് ആക്കിയിട്ടായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. അളവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. 1 kgക്കെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മതി. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടുക. പിന്നെ ഫുഡ് കളർ, ഒരു നുള്ള് ഫുഡ് കളറും കൂടി ഇട്ടുകൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫുഡ് കളറിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ല റെഡ് കളർ ആയിട്ടുണ്ടാവും കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം. ഇനി ഇതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കാണ്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. മുട്ട ഇട്ടതുകൊണ്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. ലംസ് ഒന്നും ഇല്ലാതെ പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പം നേരത്തെ മാരിനേറ്റ് ആക്കി വെച്ച ആ ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്നും കൂടി മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ചിട്ടിട്ടിട്ട് ഒറ്റ മാരിനേഷൻ ആക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തുകൂടെയെന്ന്. അതുപോലെയും ചെയ്യാം, പക്ഷേ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് 2 മാരിനേഷൻ ചെയ്താലേ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു സോഫ്റ്റായ കബാബ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ 2 സ്റ്റെപ്പ് ആക്കിയിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ പിന്നെ നല്ല ചൂടായ എണ്ണയിൽ ഈ ചിക്കൻ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിക്കുന്നത് എങ്ങനെയെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും സാധാരണ ചിക്കൻ ഫ്രൈ എങ്ങനെ ആക്കുന്നത് അതുപോലെ ആക്കിയെടുത്താൽ മതി. ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയ പിന്നെ മറ്റേ സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ്, നല്ല ടെൻഡർ ചിക്കൻ ആണെങ്കിൽ ഒരു 7 മിനിറ്റ് എടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ എണ്ണയിൽ ഇട്ട സമയത്ത് വലിയ കളറ് തോന്നൂല, അത് പുറത്തെടുക്കുമ്പോൾ നല്ല കളറായിട്ടുണ്ടാവും. അതേപോലെ ഫുഡ് കളർ യൂസ് ചെയ്യാതെയും ചെയ്താലും പ്രശ്നമില്ല. ഫുഡ് കളർ ഇട്ടെങ്കിൽ ആ ഒരു റെഡിഷ് കളർ കിട്ടും. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്.
നമ്മളെ ചിക്കൻ റെഡിയായി ഞാൻ നോക്കാം. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് നോക്കിയാൽ അറിയും ചിക്കന് വെന്തിട്ടുണ്ടെങ്കിൽ. ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ചൂടായതുകൊണ്ട് എടുക്കാനും കഷ്ടം. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിൽ അതേപോലെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മൾ അടിപൊളി ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നതിനേക്കാളും വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റത്തെ വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.